തമിഴ്നാട്ടിൽ അടുത്തടുത്ത 2 ദിവസങ്ങളിലായി ഉണ്ടായ 2 ഞെട്ടിക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ആവടിയിലെ വനിതാ കൗൺസിലറെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ മറ്റൊരിടത്ത് വിവാഹം കഴിഞ്ഞ് 78 ദിവസം മാത്രം കഴിഞ്ഞ് യുവതിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവങ്ങൾ തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ ഞെട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആവടി ജില്ലയിലെ വിടുതലൈ ചിരുതൈകൾ കച്ച അംഗമായ വനിതാ കൗൺസിലർ ഗോമതി ഭർത്താവ് സ്റ്റീഫൻ രാജിന്റെ കുത്തേറ്റ് മരിച്ച സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തത്. ഭർത്താവിനുണ്ടായ സംശയമാണ് ഈ ദാരുണ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഗോമതിക്ക് മറ്റൊരാളുമായി രഹസ്യബന്ധമുണ്ടെന്ന് സ്റ്റീഫൻ രാജ് സംശയിച്ചിരുന്നു. ഈ സംശയം ദമ്പതികൾക്കിടയിൽ നിരന്തരമായ വഴക്കുകൾക്ക് കാരണമായിരുന്നു. കൊലപാതകം നടന്ന ദിവസം ജയറാം നഗറിന് സമീപം ഗോമതി മറ്റൊരു പുരുഷനുമായി സംസാരിക്കുന്നത് സ്റ്റീഫൻ രാജ് കണ്ടു. നേരത്തെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോമതിയെ പിന്തുടർന്നെത്തുകയായിരുന്നു സ്റ്റീഫൻ. ഇതിനെ തുടർന്ന് ഇരുവരും വീട്ടിലെത്തിയ ശേഷം വലിയ വാക്കുതർക്കമുണ്ടായി. തർക്കം രൂക്ഷമായതോടെ പ്രകോപിതനായ സ്റ്റീഫൻ രാജ് കത്തിയെടുത്ത് ഗോമതിയെ തുരുതുര കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗോമതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തി നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗോമതിയെയാണ്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. സംഭവത്തിന് ശേഷം സ്റ്റീഫൻ രാജ് സ്വയം ആവടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി.